താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം ശാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. കുടുംബജീവിതത്തിൻ്റെ അനുദിന പ്രശ്നങ്ങളിൽ പ്രോത്സാഹനവും സഹായകവുമാവുക എന്ന ലക്ഷ്യത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ തയ്യാറാക്കിയ അപ്പസ്തോലിക രേഖയാണ് കുടുംബത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്തോഷം അഥവാ ജോയ് ഓഫ് ലവ്. കുടുംബങ്ങളുടെ സന്തോഷമാണ് സഭയുടെ സന്തോഷമെന്ന് മാർപ്പാപ്പ ഈ പുസ്തകത്തിൽ നമ്മോട് പങ്കുവയ്ക്കുന്നു. കുടുംബ ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്ന ചിന്തകളും ചർച്ചകളുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഏവരെയും ഒരിക്കൽ കൂടെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈ ചർച്ചയിലേക്ക് കടന്നു വന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറും ഫാമിലി അപ്പസ്തോലിക മുൻ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട വർഗീസ് കുത്തൂരച്ചനെ ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് സിസ്റ്റർ നീമ ഗ്രേസിനെയാണ്. സിസ്റ്റർ നീമ തിരുക്കുടുംബ സന്യാസിനി സമൂഹവും കൗൺസിലിംഗ് രംഗത്ത് ഏറെ നാളായി സവിശേഷ മുദ്ര പതിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമുക്ക് ഏറെ സുപരിചിതനായ ഈ അപ്പസ്തോലിക ലേഖനത്തിന് ഒരു വ്യാഖ്യാനം എഴുതിയ വ്യക്തിയാണ് പ്രൊഫസർ കെ എം ഫ്രാൻസിസ്. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും അതിരൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും സുപ്രസിദ്ധ വചന പ്രഘോഷകനുമായ കെ എം ഫ്രാൻസിസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹം കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല എന്ന സ്നേഹത്തിൻ്റെ സവിശേഷതയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പൗലോസ് ലീഹ തൻ്റെ കീർത്തനത്തിൽ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, സ്നേഹം കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. പൗലോസ് ലീഹ ആദ്യ ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു, ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറവുകളോടും തെറ്റുകളോടും നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടാതിരിക്കുന്നതാണ്. അപ്പോൾ പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് കോപിക്കുന്നവരാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് കോപം പ്രകടിപ്പിക്കുന്നവരാണ്. എപ്പോഴാണ് നമുക്ക് ഈ കോപം ഇങ്ങനെ ഒരു ഉപദ്രവകാരിയായി മാറുന്നത്? എപ്പോഴാണ്? ഈ ചോദ്യത്തിന് ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം വെച്ച് ഉത്തരം പറയുകയാണെങ്കിൽ, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും എൻ്റെ ആഗ്രഹങ്ങൾക്കും എതിരായി എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ പ്രവർത്തിച്ചാൽ സ്വാഭാവികമായി എനിക്ക് ഒരു അനിഷ്ടം ആദ്യം രൂപപ്പെടും. ഈ അനിഷ്ടം രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായി. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്? ഞാൻ അവൾക്ക് ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇങ്ങനെയാണ് എന്നോട് പെരുമാറുക എന്ന് എൻ്റെ മനസ്സിൽ ആ ഒരു പ്രവൃത്തിയെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആദ്യമേ നാം മനസ്സിലാക്കേണ്ടത്, എന്താണോ നാം ചിന്തിക്കുന്നത് അതൊന്നും ജീവിത പങ്കാളി ചിന്തിക്കുന്നതല്ല, ഞാൻ എന്നെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. ഈ ചിന്ത തുടർന്നിട്ട് പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ, ഇതിനെ പിന്താകുന്ന വിധത്തിൽ ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിലാണോ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്വാഭാവികമായി മനുഷ്യന്മാർ കോപിക്കുക എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ അതൊരു നല്ല വികാരമാണ്. കാരണം അനീതിക്കെതിരെ നമുക്ക് ദേഷ്യം വരാം. ബൈബിളിൽ ഈശോ ചില സമയത്ത് ഈ കോപിക്കുന്ന രംഗങ്ങളിലൊക്കെ ഈ ഒരു ധാർമ്മിക രോക്ഷമാണ് ഈശോയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അല്ലേ? ഈ രോഷം വരേണ്ടതുമാണ്. ചില സന്ദർഭങ്ങളിൽ തീർത്ത് നിസ്സംഗരായിട്ട് തീരാം. നമുക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരുമ്പോഴാണെന്നറിയും, എൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും എന്തും പറയുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ അനിഷ്ടം നമ്മൾ പുറത്ത് കാണിക്കുന്നതാണ്, കോപമായി പുറത്തേക്ക് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ പോലെ കോപം വരാം, പക്ഷെ എവിടെയാണ് നമ്മൾ ആ അതിർവരമ്പ് ആണ് ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് കോപം വലുതായി വരുന്നതെന്നാണ് ഞാൻ പറയുന്നത്.
അതായത് അപ്പോൾ കോപിക്കാം കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് ദേഷ്യം വരും. അത് കർത്താവിൻ്റെ വചനം വ്യാഖ്യാനിക്കുന്ന ചിലർ പറഞ്ഞിട്ടുണ്ട്, പാപിയെ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യണം. ഇവിടെ ഭാര്യയോടാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ആ ദേഷ്യത്തെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അതിനെ സപ്പോർട്ടീവായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യും. ഇത് പ്രത്യേകിച്ച് രാത്രി സമയത്താണ് എന്ന് കരുതുക. പിന്നെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഇത് തന്നെയാണ് ആലോചിക്കണേ. പിറ്റത്തെ ദിവസം പുലർച്ചെ ഞാൻ എപ്പോൾ എണീക്കുന്നുവോ അപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എനിക്ക് തലേ ദിവസം രാത്രി ഭാര്യയോടുള്ള ദേഷ്യത്തെയാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു മൂഡ് ഓഫ് ആണെന്നൊക്കെ പറയും ചിലവര്. തലേദിവസത്തിന്റെ ചില അതന്നെ. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നതും വചനത്തിൽ പറയുന്നതാണ്, കോപിക്കാം, അത് സൂര്യൻ അസ്തമിക്കാൻ ഇടവരുത്തരുത്. മാർപ്പാപ്പ ഇതിൽ എടുത്തു പറയുന്നുണ്ട്, നമ്മൾ ഈ കോപത്തെ ജ്വലിപ്പിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണത്. ആന്തരിക കോപത്തെ ഉദ്ദീപിപ്പിക്കുന്നതിനോടാണ് ഇത് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ കോപിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ആന്തരിക കോപത്തെ നമ്മൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കരുത് എന്ന് മാർപ്പാപ്പ പ്രത്യേകം ഈ ഒരു വ്യാഖ്യാനത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചിന്ത ഇതാണ്. ഒരു കുടുംബത്തിലൊരു പ്രശ്നത്തെക്കുറിച്ച് ഞാൻ കേൾക്കുകയാണ്. അപ്പോൾ വൈദികൻ എന്ന നിലയിൽ അച്ഛൻ അതിലൊന്ന് ഇടപെടും. അവർ രണ്ടുപേരെക്കുറിച്ചും എൻ്റെ മനസ്സിലുണ്ടാകുന്നത് അവരെ വിളിച്ചിട്ട് ഇങ്ങനെ പറയണം അങ്ങനെ പറയണം, പക്ഷെ അത് എൻ്റെ മനസ്സിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിന് പകരം ഞാൻ അല്പം ചിന്തിച്ചു, അവരുടെ ഭാഗത്തും കുറച്ചൊക്കെ ശരിയില്ലേ, കുറേയും കൂടി അവരെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കണ്ടേ. അപ്പം എൻ്റെ ഉള്ളിൽ അവരോടുള്ള ദേഷ്യം ഉദ്ദീപിപ്പിക്കേണ്ടതിന് പകരം ഞാൻ അവരെക്കുറിച്ച് കുറേയും കൂടി മനസ്സിലാക്കാനും അവരിലൂടെ ലഭിച്ച കൃപകളെ ഓർക്കാനൊക്കെ സാധിക്കുക. അപ്പം എന്തുണ്ടാവും? എൻ്റെ മനസ്സൊന്ന് ശാന്തമാകും. എനിക്ക് സംസാരിക്കുമ്പോൾ കുറേ കൂടി പോസിറ്റീവായിട്ട് സമീപിക്കാൻ സാധിക്കും. അത് അച്ഛൻ പറഞ്ഞത് ശരിയാണ്. കാരണം എങ്ങനെയാണ് ഞാൻ എൻ്റെ കോപത്തെ നേരിടുന്നത്? ദേഷ്യം വന്നാൽ പിന്നെ മറ്റേ ആളുടെ കുറവുകളെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ആ കോപം ഉദ്ദീപിപ്പിക്കുന്നത് അവരുടെ കുറവുകൾ ധ്യാനിച്ചാണ് നമുക്കതിങ്ങനെ കൂടി വരണം. അവൾ അങ്ങനെ അന്ന് ചെയ്തു, ഇന്ന് ചെയ്തു, അന്ന് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം പോയപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്, ആ സാരി മേടിച്ച് തരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പം നെഗറ്റീവ്സാണ് ഇങ്ങനെ ചിന്തിച്ച് ബിൽഡപ്പ് ചെയ്യണത്. പിന്നീട് ഞാൻ ഇങ്ങനെ വചനങ്ങളൊക്കെ കേൾക്കാറുണ്ട്, വ്യാഖ്യാനങ്ങൾ. അപ്പോഴാണ് ഒരിക്കൽ തിരിച്ച് എന്നോട് ഒരു വചനം കേട്ടപ്പോൾ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്, അവൾ ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ അതിനെ കീഴടക്കാൻ ഞാൻ എന്ത് ചെയ്യും? ഞാൻ 3 നേരം മേശപ്പുറത്ത് ചെല്ലുമ്പോൾ ഭക്ഷണം വെച്ച് തരുന്ന ഭാര്യയെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ മക്കളെ എനിക്ക് വളർത്തി തരുന്ന ഭാര്യയെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ ഏത് സമയത്ത് ചെന്നാലും കണ്ണടച്ച് ചെന്നാൽ പോലും എനിക്ക് വസ്ത്രങ്ങൾ കണ്ണടച്ചെടുക്കാവുന്ന രീതിയിൽ ശരിയാക്കി വയ്ക്കുന്ന ഭാര്യയെ ഓർത്ത് നന്ദി പറയുന്നു. മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിലുള്ള കരടിനെ കുറിച്ച് പറയുന്ന സുവിശേഷ ഭാഗം ധ്യാനിച്ചിട്ട് മാർപ്പാപ്പ പറയാം, കോപം ജ്വലിപ്പിക്കാതിരിക്കാനുള്ള ദൈവജനത്തിൻ്റെ സ്ഥിരമായ മുന്നറിയിപ്പ് അവഗണിക്കാൻ ക്രിസ്ത്യാനികൾക്ക് സാധ്യമല്ല എന്ന് പറയണം. നിങ്ങൾ തിന്മയാൽ കീഴടക്കപ്പെടരുത്, നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. അതുകൊണ്ടാണല്ലോ ഈ പരാതികൾ കഴിയുന്നിടത്തോളം ഒഴിവാക്കാൻ ശ്രമിക്കുകയും ഉള്ളതിലെ സംതൃപ്തിയും സന്തോഷവും കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അത് ഭാര്യ ഭർത്തൃ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ്. പരാതികൾ നേരത്തെ പറഞ്ഞപ്പോൾ എപ്പോഴും നെഗറ്റീവാണ്. അതിന് പകരം ദൈവം നമുക്ക് നന്മകൾ, ഈ വ്യക്തികളിലൂടെ എന്തുമാത്രം നന്മ ചൊരിഞ്ഞിട്ടുണ്ട്, ആ നന്മകളെ കാണാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് ശരിക്കും നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? കാരണം ജീവിത പങ്കാളിയുടെ ആയാലും മക്കളുടെ ആയാലും അവരുടെ നന്മകൾ ശരിക്കും തന്നെ നല്ലൊരു ടിപ്പാന്ന് തോന്നുന്നത് ഇത്. കാരണം അവരോട് ദേഷ്യം സ്വാഭാവികമാണ്, ദേഷ്യമൊക്കെ വരാൻ തോന്നുക എന്നുള്ളത് സ്വാഭാവികം. പക്ഷെ അതിനെ ഓവർകം ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം നന്ദി പറഞ്ഞ് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും തോന്നുന്നു. നമ്മുടെ അമ്മയ്ക്ക് ദേഷ്യം, അപ്പനോട് ദേഷ്യം ഉണ്ടെങ്കിൽ തല്ലുകൊള്ള നമുക്കാണ്. അമ്മയ്ക്ക് അപ്പൻ്റെ അമ്മയോട് ദേഷ്യം ഉണ്ടെങ്കിൽ തല്ലുകൊള്ള നമുക്കാണ്. അപ്പോൾ വീട്ടിലെ തന്നെ എല്ലാ കോപം ഉദ്ദീപിപ്പിക്കപ്പെട്ടാൽ വീടിൻ്റെ സമാധാനം തകരും, എല്ലാം തകർന്നു. അതുകൊണ്ടാണല്ലോ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, മാതാപിതാക്കളെ നിങ്ങൾ മക്കളെ പ്രകോപിപ്പിക്കരുത്. ഇത് മക്കൾക്കുള്ള ഒരു ഉപദേശം മാത്രമല്ല, പരസ്പരമുള്ള ഒരു ഉപദേശം കൂടിയാണ്. പരസ്പരം പ്രകോപിപ്പിക്കാനുള്ള ഒരു പ്രവണത മനുഷ്യർക്കുണ്ട്. അവിടെ വളരെ ബോധപൂർവം കരുതലോടുകൂടെ
ഒന്ന് എളിമപ്പെടാൻ, ഒന്ന് ചെറുതാകാൻ, അതിന് വലിയ ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. വാസ്തവം പറഞ്ഞാൽ സംതൃപ്തമല്ലാത്ത സാഹചര്യത്തിലാണ് ഈ കോപം പുറത്തേക്ക് വരുന്നത്. അതായത് നമ്മളുടെ ഉള്ളിൽ പരസ്പരമുള്ള ആ സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ അല്ലെങ്കിൽ പ്രണയിച്ച് നടക്കുന്ന കാലങ്ങളിൽ ആരും ഒരു കുറവും കാണില്ല. ഈ കുറവ് കണ്ടു തുടങ്ങിയപ്പോഴാണ് സ്നേഹം ഇച്ചിരി കുറഞ്ഞു വരുമ്പോൾ ഈ കുറവുകൾ ഓരോന്നായി പുറത്തു വരും. അപ്പോൾ ഇവർ ചോദിക്കും, അന്നിങ്ങനെ ഉണ്ടായിരുന്നോ? അന്നും ഞാൻ ഇങ്ങനെയായിരുന്നു, അന്ന് നിനക്ക് അന്ധമായ സ്നേഹമായതുകൊണ്ട് നീ അത് കണ്ടില്ല. ആ ഒരു അവസ്ഥ നമ്മളെപ്പോഴും ദമ്പതികൾക്കിടയിൽ പറയുന്നത് കാണാറുണ്ട്. ഈ അസ്വസ്ഥത അവരെപ്പോഴും പരസ്പരവും മക്കളിലേക്കും കൂടെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലാക്കാൻ പറ്റാതെ. ഈ കോപം വളരെ വർദ്ധിച്ച് കടിച്ചു കീറുന്നവരെ പോലെ ആയി പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. മാർപ്പാപ്പ പുസ്തകത്തിൽ പറയാം, ശത്രുത പെട്ടെന്ന് പതഞ്ഞുയരുന്നത് മനസ്സിലാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാം. നമ്മുടെ ഹൃദയത്തിൽ അത് വേരുറക്കത്തക്ക വിധം അതിൽ മുഴുകുക എന്നത് മറ്റൊന്ന്. ഇപ്പം ചില കുടുംബങ്ങളിൽ ഈ ശത്രുത വളർന്ന് ഗൗരവമായ കൊലപാതകം വരെ ചെയ്യാൻ ഇടവന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ബൈറ്റ് കാണാം. നമുക്ക് എല്ലാവർക്കും അതിലേക്ക് ശ്രദ്ധിക്കാം. अच्छा पीटर, നീ പീറ്റർ അല്ലേ? അതെ. നീ ജയിലിൽ നിന്ന് ഇറങ്ങിയോ അതോ? എന്റെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി. നീ എന്തിനാ ഇവിടെ വന്നത്? സ്നേഹമയ്യായ ഭാര്യയെയും നിഷ്കളങ്കയായ മകളെയും കൊന്ന നിനക്ക് ഈ പരിശുദ്ധ ദേവാലയത്തിൽ എന്ത് കാര്യം? അന്ന് ഞാനും ആത്മഹത്യക്ക് ശ്രമിച്ചതായിരുന്നു. പക്ഷേ അറിയാം, നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി? ഒന്നും വേണമെന്ന് വെച്ചല്ല, ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും പലപ്പോഴും സ്വബോധത്തോടെ ആയിരുന്നില്ല. പഠിപ്പ് മുഴുവനാക്കാതെ ജോലിക്ക് വേണ്ടി അലഞ്ഞ് ഞാൻ ചെന്നപ്പെട്ടത് വണ്ടിപ്പിടുത്തക്കാരുടെ കൂട്ടത്തിലാണ്. അവിടുന്ന് വളർന്നു കൊട്ടേഷൻ ടീമിന്റെ തലവനായി. കൂട്ടിന് മദ്യവും മയക്കുമരുന്ന് മടങ്ങിയ ലഹരിയുടെ ലോകം. നീ കൊലപ്പെടുത്തിയ ആരുടെയോ ഒരു മകൾക്ക് നീ ജീവിതം കൊടുത്തു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നി. എന്നിട്ടും അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ പറ്റൂ. അവളുടെ അപ്പനെ കൊന്നത് ഞാനാണെന്ന് അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞപ്പോ അവളെ പ്രതികരിച്ചപ്പോ എങ്ങനെ കൊലയാളി ഉണർന്നു. ഞാൻ അവളെ കൊന്നു വച്ചു. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ പ്രത്യേകം എടുത്തു പറയുകയാണ്, നമ്മളുടെ ഹൃദയത്തിൽ ഈ കോപം വേരുറയ്ക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. അതിനാൽ മാർപ്പാപ്പ വീണ്ടും ആവർത്തിച്ച് പറയാം, എല്ലാ ദിവസവും നമ്മളുടെ അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും ജീവിതത്തിൽ ഈ സമാധാനം പുനഃസ്ഥാപിക്കാതെ കിടന്നുറങ്ങരുതെന്ന്. എനിക്ക് തോന്നുന്നത് കുടുംബജീവിതം നയിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു സമാധാനം സ്ഥാപിക്കാതെ നമ്മൾ കിടന്നുറങ്ങിയാൽ നമുക്ക് തന്നെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കിടന്നാൽ ഉറക്കം വരാൻ സാധ്യതയില്ല. ഒരു പ്രഷർ കുക്കറിനകത്ത് എപ്പോഴാണ് ഇത് പുറത്തേക്ക് പൊട്ടിച്ചീറ്റുക? അത് ഇങ്ങനെ ചൂടായി പ്രഷർ നിറഞ്ഞ് അതിന് ഉൾക്കൊള്ളാൻ പറ്റാണ്ടാവുമ്പോഴാണ് അത് പുറത്തേക്ക് ചീറ്റണത്. അപ്പോൾ ആ ചീറ്റൽ വരാതിരിക്കണമെങ്കിൽ
അതിലൊരു ഘടകം നമ്മുടെ ചെറുപ്പം മുതലുള്ള വൈകാരികമായ പൊട്ടലുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുണ്ട്. അതിനെ മാറ്റാനാണ് നാം ഇടയ്ക്കിടയ്ക്ക് ധ്യാനം കൂടുന്നതും ആന്തരിക സൗഖ്യ ശുശ്രൂഷയിലും പങ്കെടുക്കേണ്ടത്. ദൈനംദിനമുണ്ടാകുന്ന പ്രശ്നത്തിന് എന്ത് ചെയ്യണം? ചിലപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ടാവും. ആ മുഖം വീർപ്പിച്ചിരിക്കുന്നത്, ആ മുഖം കനപ്പിച്ചിരിക്കുന്നത് അവളുടെ എന്തെങ്കിലും അസുഖം കൊണ്ടാണോ, അവളുടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ, രോഗം കൊണ്ടാണോ എന്നല്ല ഞാൻ ചിന്തിക്കാറ്. ഞാൻ ചിന്തിക്കുന്നത് അവൾക്ക് എന്നോട് എന്തോ ദേഷ്യമുള്ള കാരണമാണ് അവളിങ്ങനെ മുഖം കയറ്റിയിരിക്കണെന്നാണ് ഞാൻ വിചാരിക്കണേ. ഭർത്താക്കന്മാർക്ക് ഇഷ്ടമില്ലല്ലോ, അവര് വരുമ്പോ ഭാര്യമാര് മുഖം കയറ്റി പിടിച്ചിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ ഞാനും അത് ശരി, നീ ഗമയാണെങ്കിൽ എനിക്കും ഗമ എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ പോവാണ്. ഇതാണ് ഈ കോപത്തിൻ്റെ വളർച്ച. ഇതിനെങ്ങനെ പൊട്ടിക്കും, ഇതിനെ ആനന്ദിച്ച് ആഹ്ലാദിക്കുവാൻ എന്ന ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. എപ്പോഴും സന്തോഷവാന്മാരായിരിക്കുക. എത്ര ക്ഷീണിച്ചിട്ട് വീട്ടിൽ ചെന്നാലും നമ്മുടെ ചിരിച്ച മുഖം കാണുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമാണ്, ഭാര്യയുടെ ചിരിച്ച മുഖം കാണുന്നത് ഭർത്താവിന് ഇഷ്ടമാണ്. അപ്പം എത്ര വഴക്കുണ്ടായാലും ഏറ്റവും അവസാനം കിടക്കാൻ പോകുന്നതിന് മുൻപ് ഭാര്യയോടല്ലെങ്കിൽ പോലും മക്കളോടെങ്കിലും ആഹ്ലാദപരമായ ഒരു പ്രകടനം പൊതുവായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭാര്യയ്ക്ക് എന്നോട് ദേഷ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കും. അതാണ് പറയണത്, ഇതൊരു ചെറിയ ആംഗ്യത്തിലൂടെ നമുക്ക് ഈ സമാധാനം സ്ഥാപിക്കാൻ പറ്റുമെന്ന് പറ്റും. എനിക്ക് സന്തോഷം അവൾക്ക് തോന്നിയാൽ മതി. പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ജനങ്ങള് ചിലപ്പോൾ ചില ദിവസം കാണുമ്പോൾ പറയും, ഇന്ന് അച്ഛൻ എന്താ മുഖാകരു ഇതാണല്ലോ, അവരെ അതനുസരിച്ച് അവരുടെ മനസ്സിലും വിഷമങ്ങളാണ്. അതേസമയം നമ്മള് ഇന്ന് അച്ഛൻ ഭയങ്കര ചിരിച്ചു വർത്തമാനം എല്ലാവരോടും ഫ്രീ ആണല്ലോ എന്ന് പറയുമ്പോൾ നമ്മളെ സമീപിക്കാൻ പോലും അവർക്ക് തോന്നുന്നത് ഈ ഒരു ഹാപ്പി മൂഡ് നമ്മുടെ മനസ്സിലും നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുമ്പോഴാണ്. അതിനാണ് ക്രൈസ്തവ പരിശീലനം എന്ന് പറയുന്നത്. കഠിനമായിട്ടുള്ള വേദന ചിലപ്പോൾ ഭാര്യയുടെ കമൻറ്റിലുണ്ടെങ്കിൽ പോലും നമുക്ക് ഉള്ളിലാ വേദന സഹിച്ച് പുറമേക്ക് സന്തോഷഭരിതരായിട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴെങ്കിലും മക്കളോട് കളിത്തമാശയൊക്കെ പറഞ്ഞിരുന്നാൽ തന്നെ അവൾ തിരിച്ചറിയും അവൾ പറഞ്ഞതിൽ എനിക്ക് എന്തില്ലാന്ന്, ദേഷ്യം. അങ്ങനെയാണ് ഇതിനെ വളർത്തിക്കൊണ്ടുപോകേണ്ടത്. ചെറിയ ചെറിയ ഒരു നല്ല വാക്ക്, ഒരു പുഞ്ചിരി, ആ മുഖത്തെ ഒരു നമ്മൾ പറയില്ലേ ഒരു എക്സ്പ്രഷൻ, അല്ലെങ്കിൽ എന്താണ് ഒരു സ്നേഹപൂർവമായ ഒരു തലോടൽ, അതൊക്കെ വലിയ ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ദേഷ്യം വരുന്ന സമയത്ത് ഇങ്ങനെ സന്തോഷിക്കാനും ഇങ്ങനെ നല്ല വർത്തമാനം പറയാനും ഒക്കെ അത്ര എളുപ്പമാണോ, എളുപ്പമുള്ള കാര്യമാണോ അത്? പക്ഷെ അത് എളുപ്പമല്ല എന്ന് തന്നെ നാം തിരിച്ചറിയണം. കാരണം മാനുഷികമായ നമ്മുടെ കഴിവ് വെച്ച് നമുക്ക് ദേഷ്യപ്പെടാനേ കഴിയൂ. അപ്പൊ പിന്നെ എന്തിനാ നാം ദൈവത്തിനെ സമീപിക്കുന്നത്, നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ എല്ലാ കൂദാശകളുടെയും അർത്ഥം ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ദൈവിക കൃപയ്ക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ പോകണം. എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രായോഗികമാണെങ്കിൽ ഞാൻ പള്ളിയിൽ പോകേണ്ട എന്താ ആവശ്യം? എനിക്ക് ദൈവത്തിൻ്റെ സഹായം ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനാണ് മാർപ്പാപ്പ പറയുന്നത് നിരന്തരം പ്രാർത്ഥിക്കുവിൻ, ഇടപെടാതെ. അപ്പൊ ഈ നിരന്തര പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ വിചാരം കാലത്തൊട്ട് വൈകുന്നേരം വരെ മുട്ടുകുത്തി പ്രാർത്ഥിക്കലാണ്. അല്ല, നമുക്ക് നടക്കുമ്പോൾ പ്രാർത്ഥിക്കാം, ഉള്ളിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാം, ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്കുള്ളിൽ നന്മ നിറഞ്ഞ പറയുമോ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും ഒക്കെ കൃത്യമാണല്ലോ. സൗമ്യത, ആത്മസംയമനം, സന്തോഷം, ആനന്ദം. അപ്പം അത് പരിശുദ്ധാത്മാവിനോട് തന്നെ ചോദിച്ച് നമ്മൾ നേടേണ്ട ഒരു കാര്യം കൂടിയാണ്. മാനുഷികമായിട്ട് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടാകും, പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് വളരാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വളരെ സ്വാഭാവികമാണ്. ഇപ്പൊ സിസ്റ്ററും ഒരുപാട് ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുണ്ടാവും. എങ്ങനെയാണ് ഇങ്ങനെ ഡെയിലി ഇതുപോലത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദമ്പതികള്. അപ്പം മാർപ്പാപ്പ പക്ഷെ പറയുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അനുദിനം ഇത് ബോധപൂർവം, മാഷ് നേരത്തെ പറഞ്ഞ വാക്ക് ബോധപൂർവം നമ്മൾ പരിശ്രമിക്കണം. അന്ന് സമാധാനം പുനഃസ്ഥാപിക്കാതെ, അല്ലെങ്കിൽ നമ്മളൊന്ന് പരസ്പരം ഒന്ന് ഒരു വാക്കുകൊണ്ടോ എന്തെങ്കിലും പറയാതെ നമ്മൾ അങ്ങനെ കിടന്നുറങ്ങരുത് എന്നുള്ള കാര്യം. ചിലപ്പോഴൊക്കെ പലപ്പോഴും ദമ്പതികൾ തമ്മിൽ വഴക്ക് കൂടുന്നത് നിസ്സാരമായ ഒരു കാര്യത്തിനായിരിക്കാം. കാരണം ഒന്നുകിൽ അവരുടെ ജോലി സ്ഥലത്തുള്ള അവരുടെ പ്രഷർ,
അല്ലെങ്കിൽ കുട്ടികളിൽ നിന്നും ഒരുപാട് തവണ പറഞ്ഞിട്ടും അത് ചെയ്യാതെ വരുന്നത് കാണുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രതികരണം, ഇതൊക്കെയാണ് കോപത്തിൻ്റെ തുടക്കം. പക്ഷെ ഈ ഒരു ചെറിയ കാരണത്തിൽ നിന്ന് അവർ പലപ്പോഴും പൂർവ്വകാല ചരിത്രത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ഈ കോപം ഘനീഭവിച്ചു വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അവിടെ ഒരു ശരിക്കും നല്ലൊരു ആന്തരികമായ ഒരു സൗഖ്യം അവർക്ക് കിട്ടിയിട്ടില്ലാത്തതിൻ്റെ ഒന്നാന്തരം ലക്ഷണമാണത്. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലെ അപാകത മറയ്ക്കാനാണ് പലപ്പോഴും പലരും കോപിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സമീപിക്കുന്ന പല ദമ്പതികളോടും അവരുടെ കോപം അതേപടി തന്നെ എക്സ്പ്രസ് ചെയ്യാൻ അവസരം കൊടുക്കാറുണ്ട്. എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവരെ കൊണ്ട് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി, ഇപ്പം എന്തിനാ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞേ എന്ന് പറയുമ്പോൾ അവർ തന്നെ ഒരു നിമിഷം മൗനമായിരുന്നിട്ട് വേണ്ടായിരുന്നു എന്ന് പറയുകയും എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത്, അപ്പം എന്നെ കാരണമൊക്കെ ഞാൻ മുമ്പ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് എരമ്പി വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതല്ലേ, ക്ഷമിക്കിരി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളൊരു അവസ്ഥയിലേക്ക് അവരെത്തുന്നത് ഞാൻ കണ്ടിട്ട്. അപ്പോൾ കോപത്തിൻ്റെ അടിസ്ഥാന കാരണം എനിക്ക് തോന്നിയിരിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിലെ അസംതൃപ്തമായ കുറേ ആശയങ്ങളും ഞാൻ തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള കുറേ ബോധ്യങ്ങളുണ്ട്. അതും എപ്പോൾ ഹനിക്കപ്പെടുന്നുവോ അല്ലെങ്കിൽ തടയപ്പെടുന്നുവോ അപ്പോൾ കോപം. ഇതിലിപ്പോൾ ഒരു പ്രശ്നം കൂടി വലിയ മാഷ്, ഇപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങണേക്കാളും മുമ്പ് സമാധാനം സ്ഥാപിക്കുക എന്ന് പറഞ്ഞ് ചെന്നു. അപ്പോൾ ഞാൻ അങ്ങനെ സമാധാനം സ്ഥാപിക്കാൻ ചെല്ലുമ്പോൾ ഹസ്ബൻഡ് റെഡി അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇവിടെ കാത്തിരിപ്പിൻ്റേതായിട്ടുള്ള ഒരു മനോഭാവം പരസ്പരം ഉണ്ടാവണം. പല സ്ഥലത്തും നേരത്തെ പറഞ്ഞ ദീർഘക്ഷമയുണ്ടല്ലോ, ജീവിത പങ്കാളി പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ആത്മീയത ഇല്ലെങ്കിൽ, വിശുദ്ധ പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, ഭാര്യ അവിശ്വാസിയാണെങ്കിൽ ഭർത്താവ് വിശ്വാസിയായിരുന്നുകൊണ്ട് അവളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞു നിങ്ങളോട്? ഭർത്താവ് അവിശ്വാസിയാണെങ്കിൽ ഭാര്യ ക്ഷമയോടെ കാത്തിരുന്നാൽ ഭർത്താവിന് മാറ്റം വരും. അപ്പം ഇതൊരു പ്രോസസ്, വളരുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് കണ്ട് അതിനെ പിന്തുടരാനായിട്ട് ജീവിത പങ്കാളിക്ക് കഴിയണം. കാരണം മദ്യപാനിയായ അപ്പന് വേണ്ടി മക്കള് പ്രാർത്ഥിച്ചിട്ട് ഈ അപ്പൻ എത്ര മോശമായി വന്നാലും ഒരു മകൻ അപ്പനോട് പോസിറ്റീവായിട്ട് പെരുമാറാൻ തുടങ്ങി. ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും അപ്പന് കുടിച്ചിട്ട് പിന്നെ വീടിനകത്ത് ചീത്ത പറയാൻ പറ്റണില്ലേ. അപ്പൻ എങ്ങനെ കുടിച്ചു വന്നാലും നീ മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ പറഞ്ഞാലും മകൻ ചിരിച്ചിട്ട് അപ്പനോട് നന്നായിട്ട് പെരുമാറും. അങ്ങനെ അപ്പൻ അവസാനം കീഴടങ്ങേണ്ടി വന്നു അപ്പന്. അത് ആ മകൻ ധ്യാനം കൂടി വചനം കേട്ടു, അവന് കാര്യം മനസ്സിലായി. അപ്പോൾ അവന് മാനസാന്തരം വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പന് മാറാണ്. അപ്പോൾ ഇവിടെ ആരാണോ വേദനിക്കുന്നത്, വേദനിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ. അതിനിപ്പോൾ നമ്മൾ സംഭവിക്കുന്നത്, ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ മാറ്റം വരേണ്ടത് ഭാര്യയ്ക്കാണ്. ഭാര്യ തെറ്റുകാരിയാണെങ്കിൽ മാറ്റം വരേണ്ടത് ഭർത്താവിനാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ഒക്കെ ചിന്തിച്ചാലേ മനസ്സിലാക്കാനായിട്ട്. ദൈവസ്നേഹം കൊണ്ട് നിറയേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രം തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ ക്ഷമയോടെ കാത്തിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനല്ല അച്ഛാ നമ്മൾ ഈ ലേഖനത്തിന്റെ ആരംഭത്തിൽ തന്നെ പറയുന്നത് യേശുവിൻ്റെ മുഖത്തെക്കുറിച്ചുള്ള ധ്യാനത്തിൽ നിന്നാണ് ഈ എൻ്റയർ ടെക്സ്റ്റിൻ്റെ വ്യാഖ്യാനങ്ങൾ മുന്നോട്ട് പോണേ. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഓരോന്നിൻ്റെയും പിറകിൽ ആ യേശു ധ്യാനം എന്നതൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അല്ല, അപ്പോൾ ശരിക്കും കുടുംബത്തിൽ നമ്മൾ ആർക്കാണോ ആ പ്രേരണ കിട്ടുന്നത് അല്ലേ, അത് രണ്ടുപേരും കൂടി പുറംതിരിഞ്ഞ് നിൽക്കരുത്. അന്ന് ഹസ്ബൻഡ് അല്ലെങ്കിൽ റെഡിയല്ല എന്ന് പറഞ്ഞ ഭാര്യ പുറംതിരിഞ്ഞ് നിൽക്കരുത്. ആർക്കാണോ ഉള്ളിൽ നിന്ന് ആ ഒരു ക്ഷമിക്കാനും ആ സമാധാനം സ്ഥാപിക്കാനുള്ള പ്രേരണ കിട്ടുന്നത്, അതനുസരിച്ച് ആരെങ്കിലും ഒരാളെങ്കിലും മുൻകൈ എടുത്തിരിക്കണം എന്നുള്ളതാണ് മാർപ്പാപ്പ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് തോന്നുന്നു. വ്യാഖ്യാനത്തിൻ്റെ ഈ പാരഗ്രാഫിൻ്റെ അവസാനത്തിൽ മാർപ്പാപ്പ പറയുക, തിന്മയോട് നാം യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നുവെങ്കിൽ അങ്ങനെയാകട്ടെ, പക്ഷേ ഭവനത്തിൽ അക്രമത്തോട് നാം എപ്പോഴും ഇല്ല എന്ന് പറയണം. നമ്മുടെ കുടുംബം എപ്പോഴും സമാധാനത്തിൻ്റെ ഒരു സ്ഥലമായി മാറണം. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഈ വലിയ സവിശേഷത, സ്നേഹം കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല എന്ന ഈ സ്നേഹത്തിൻ്റെ സവിശേഷത ജീവിക്കാൻ, ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ദേഷ്യം വരുമ്പോൾ അത് മുൻപോട്ട് പോകാതിരിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം.
അങ്ങനെ സ്നേഹത്തിൻ്റെ ഈ ഊഷ്മളമായ ദാമ്പത്യ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ അനുദിനം വളരാനായിട്ട് നമുക്ക് ശ്രമിക്കട്ടെ. അതിന് ഈ ചർച്ചകൾ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദാമ്പത്യ സ്നേഹത്തിൽ പൂർണ്ണതയിലേക്ക് നമുക്ക് കൈപിടിച്ച് നടക്കാം. ദൈവം അതിനായി നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.